തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1200 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കേസിൽ കാക്കമ്പുല സ്വദേശി ഷൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിൽപ്പനയ്ക്കായി ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ. സിജോ വി ജോൺ നൽകും വിശദാംശങ്ങൾ. സിജോ, ഓപ്പറേഷൻ തൂഫാനാണോ, അതിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണോ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തത്? ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തിയത്. ഒരു സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമാണ്. നെയ്യാറ്റിൻകര എക്സൈസ് റേഞ്ച് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. പൊന്നമോട് സ്കൂളിന് പരിസരത്ത് നിന്നാണ് ഇയാളെ ലഹരി വസ്തുക്കളുമായി ആദ്യം പിടികൂടുന്നത്. ഇയാൾ ലഹരി വിൽപ്പന നടത്തുന്നുണ്ടുള്ള വിവരം അറിയാമായിരുന്നു. അതിനുശേഷം ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ തന്നെയുള്ള ഒരു ഗോഡൌണിൽ പരിശോധന നടത്തുന്നത്. ആ ഗോഡൌണിലാണ് 1200 കിലോ നിരോധിത പുകയില വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ സംഘം പറയുന്നത് ഇയാൾ കേരളത്തിന് പുറത്തു നിന്ന് ലഹരി വസ്തുക്കൾ, പുകയില വസ്തുക്കൾ കൊണ്ടുവരുന്നതിൽ പ്രധാന ആളാണെന്നുള്ളതാണ്. ട്രെയിൻ മാർഗവും അതോടൊപ്പം തന്നെ കൊറിയറൊക്കെ ആയിട്ടാണ് ഈ അടുത്തരത്തിൽ ഈ പുകയില വസ്തുക്കൾ ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അതിനുശേഷം ഇവിടെ എത്തി പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരുന്നു ഇയാളുടെ വിൽപ്പന. എന്തായാലും ഇത് വളരെ വിദഗ്ധമായി തന്നെ ഇയാളെ ട്രേസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത്ര ഉയർന്ന കിലോഗ്രാമിലുള്ള ലഹരി പുകയില വസ്തുക്കൾ കണ്ടെടുക്കാനും സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ശരി സിജോ.